ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബീഡ്സ് ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു ഹെയർ ബാൻഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള കുറച്ച് വലിയ ബീഡ് വേണം കേട്ടോ. ഒരു 4mm ബീഡാണ്. ഇനി ഇതുപോലത്തെ കുറച്ച് ചെറിയ ബീഡും വേണം. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബേസിൻ്റെ മുകളിൽ നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ ബേസിൻ്റെ ഒരു എൻഡിലാണ് കെട്ടിക്കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ത്രെഡ് ആവുകൊണ്ട് തന്നെ നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് നമ്മളെ ബീഡ്സ് ഓരോന്നായി കോർത്തെടുക്കാം. നമുക്കൊരു 25 ബീഡൊക്കെ വേണം കേട്ടോ, ഇതുപോലത്തെ വലിയ ബീഡ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ബീഡായിട്ട് നമ്മൾ ബേസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നല്ല ടൈറ്റിലൊന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ബീഡും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇടണം. നമുക്കൊരു 1 സെൻറ്റിമീറ്ററൊക്കെ ഗ്യാപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഗ്യാപ്പ് കൂടാനും പാടില്ല, എന്നാൽ പറ്റേ ഗ്യാപ്പില്ലാതെയും പാടില്ല. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാ ബീഡുകളും തമ്മിൽ ഒരേ ഗ്യാപ്പ് ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്യാപ്പ് ഇട്ട് ഫുള്ളായിട്ട് നമ്മൾ ബേസിൻ്റെ മുകളിലൊന്ന് ചുറ്റിക്കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊന്ന് ഗ്ലൂഡ് അപ്ലൈ ചെയ്താൽ നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മളിതുപോലെ ഫുള്ളായി ചുറ്റിയെടുത്തിട്ടുണ്ട്. എൻഡിൽ നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ ത്രെഡൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാലൻസ് ഉള്ള ത്രെഡ് കട്ട് ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആ ത്രെഡിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഈ ചെറിയ ബീഡും കോർത്തെടുക്കേണ്ടത്. ഇത് നമുക്ക് കുറച്ചധികം വേണം. അപ്പോൾ നമുക്ക് ബീഡ് കുറച്ച് കോർത്തെടുക്കാം. ഇതുപോലെ കുറച്ചധികം തന്നെ കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ B7000 എന്നുള്ള ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്യാപ്പ് ഇട്ട് ചെയ്ത ഓരോ ബീഡ്സിൻ്റെ ഗ്യാപ്പിലൂടെയും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ ബീഡ്സ് നമ്മൾ ആ വലിയ ബീഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ബേസിൻ്റെ മുകളിൽ നമ്മൾ ആ ത്രെഡിനൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ ചുറ്റി വന്നിട്ട് നമ്മൾ അടുത്ത ബീഡ്സ് കവർ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ബീഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അടുത്ത ബീഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഓരോ ബീഡിനെ ഒരു സൈഡിൽ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീഡ് കവർ ചെയ്യാനുള്ള ബീഡ്സ് ഇതുപോലെ വെച്ചെടുത്തിട്ട് ബാക്കിയുള്ള ബീഡ്സ് കൈവച്ച് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ത്രെഡ് മാത്രം നമ്മൾ ബേസും ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. എല്ലാ ബീഡ്സിനും ചുറ്റും ഇതുപോലെ ചെറിയ ബീഡ്സ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം.
അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരു സൈഡ് മാത്രം ഇതുപോലെ കവർ ചെയ്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് മറ്റേ ബീഡിൻ്റെ നേരത്തെ ചുറ്റിയ ബീഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ബീഡ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പം നമ്മളിതുപോലെ എല്ലാ ബീഡ്സിനും ചുറ്റും ചെറിയ ബീഡ്സ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഉള്ള ബീഡ് ഊരി മാറ്റാം. എന്നിട്ട് ത്രെഡ് നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ ബേസിൻ്റെ മുകളിലൊന്ന് കെട്ടിക്കൊടുക്കാം. നമുക്കിതുപോലൊരു ബ്ലാക്ക് റിബൺ എടുത്ത് അതിൻ്റെ 2 സൈഡൊന്നും ലൈറ്റർ വെച്ച് ഇറുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബേസിൻ്റെ എൻഡിലൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ത്രെഡ് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും, വിട്ടു പോരത്തില്ല. നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുത്ത് ലൈറ്റർ വെച്ചൊന്ന് ഇറുക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്തൊരു ബീഡ് എയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടി ഇതുപോലെ കുറച്ച് വലിയ ബീഡ് വേണം. പിന്നെ ഇതുപോലത്തെ കുറച്ച് ചെറിയ സിൽവർ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻഡിൽ വെച്ചെടുക്കാൻ ഇതുപോലുള്ള 2 ബീഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബേസിൻ്റെ മുകളിൽ ബീഡ് ഇട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബീഡ്സ് ഓരോന്നായി കോർത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെറിയ സിൽവർ ബീഡ് കോർത്തിട്ട് നമ്മൾ 6 mm ബീഡ്സുകളാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 9 ബീഡ്സോളം നമ്മളൊരു സൈഡിലായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 8 mm കുറച്ച് വലിയ ബീഡ്സ് ഇതുപോലെ തന്നെ കോർത്തെടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ സിൽവർ ബീഡ് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ ബീഡ് ഒരു 10 എണ്ണം കേട്ടോ കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നമ്മൾ 6 mm ബീഡ്സുകൾ കോർത്തെടുക്കാം. അപ്പോൾ ഫുള്ളായി കോർത്തെടുത്തിട്ട് നമുക്ക് എൻഡിൽ ആ ബീഡും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തൊരു എയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ കുറച്ച് ചെറിയ സിൽവർ ബീഡ് എടുത്തിട്ടുണ്ട്. അതേ വലിപ്പത്തിനുള്ള കുറച്ച് വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലുള്ള കുറച്ച് കോപ്പറിൻ്റെ വയറാണ് വേണ്ടത്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കിൻ്റെയൊക്കെ വയർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താലും മതി കേട്ടോ. അപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ ഒന്ന് ഇതുപോലെ 3 വെച്ചൊന്ന് നമുക്ക് പിരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ വൈറ്റ് ബീഡ് 2 സൈഡിലും 3 എണ്ണം വെച്ചൊന്ന് കോർത്തെടുക്കാം. സെൻറ്ററിലെ കമ്പിയുടെ മുകളിൽ നമുക്ക് സിൽവർ കളർ ബീഡാണ് കോർത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ്
നമ്മൾ കോർത്തെടുക്കേണ്ടത് 2 സൈഡിലും 3 വൈറ്റ് ബീഡും സെൻറ്ററിലൊരു സിൽവർ ബീഡും. ഇനി നമുക്ക് 3 കമ്പിനെ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ ഇതുപോലെ പിരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതുപോലൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും. ഇതുപോലെ നമുക്കൊരു ഫ്ലവറായിട്ട് വരും കേട്ടോ. നമുക്കിതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. 2 സൈഡിലും 3 ബീഡ് വീതം വെച്ചെടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു സിൽവർ ബീഡും. നേരത്തെ പോലെ തന്നെ നമുക്ക് 3 കമ്പിനെ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ടൊന്ന് പിരിച്ചെടുക്കാം. അപ്പോൾ അതാ നമുക്കിതുപോലെ ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എൻഡിൽ നല്ല ടൈറ്റിൽ 3 കമ്പിയും വെച്ചിട്ട് പിരിച്ചെടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതുപോലെ ഒരു എയർ ബാൻഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബേസിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്തിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ സെൻറ്ററിൽ വരുന്ന രീതിയിൽ മാത്രമാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ ആവുകൊണ്ട് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മൾ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ ബാൻഡ് വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് കരുതും. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു എയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലുള്ളൊരു എയർ ബാൻഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ 4 mm കുറച്ച് ചെറിയ ബീഡാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കുറച്ച് ബട്ടനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് റിബണും വേണം കേട്ടോ. നമുക്ക് നമ്മളെ ബേസിൻ്റെ മുകളിൽ നമ്മൾ ത്രെഡിനൊന്ന് നല്ല ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ബീഡ്സ് ഓരോന്നായിട്ട് കോർത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ആദ്യം ഒരു 10 ബീഡ് ഇതുപോലെ കോർത്തെടുക്കാം. ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബീഡിനായിട്ട് നമ്മളെ ബേസിൻ്റെ മുകളിൽ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാപ്പില്ലാതെ എടുത്തെടുത്തായിട്ട് ബീഡ്സുകൾ ചുറ്റിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ത്രെഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്ര ഭാഗം വരെ ഇതുപോലെ നമ്മൾ ബീഡ്സ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഇതുപോലുള്ള സ്റ്റോൺ ബട്ടൺ എടുത്തിട്ട് അതിന് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ബേസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ബീഡ്സിന് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മൾ 4 mm ഒരു ബീഡ്സ് വെച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സ്റ്റോൺ ബട്ടനാണ് വെച്ചെടുക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് ചുറ്റിക്കൊടുക്കാം. നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റോൺ ബട്ടനും പിന്നെ ഒരു ബീഡും അങ്ങനെ ഒന്നിട വിട്ടാണ് വെച്ചെടുക്കേണ്ടത്.
നമുക്ക് നമ്മൾ സ്റ്റോൺ ബട്ടൻ്റെ അടിയിൽ കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് ഓരോ ബീഡായിട്ട് കോർത്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിനി എൻ്റെ ഭാഗത്ത് ഇതുപോലെ ബീഡ്സ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഫുള്ളായി ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റിൽ തന്നെ എൻഡിലൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം. നമ്മൾ ത്രെഡ് നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കണം. പ്ലാസ്റ്റിക് ത്രെഡ് ആവുകൊണ്ട് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ കെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്നൊന്നും വിട്ടുപോരില്ല. നമുക്ക് എക്സ്ട്രാ ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊരു ബ്ലാക്ക് കളർ റിബൺ എടുത്തിട്ട് എൻഡിലൊന്ന് ചുറ്റിക്കൊടുക്കാം. എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ചെറിയ ബേസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലുള്ള കുറച്ച് ലെറ്റേഴ്സ് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ മക്കളുടെ നെയിമിനനുസരിച്ചിട്ടുള്ള ലെറ്റേഴ്സ് എടുക്കാം. എൻഡിൽ വെച്ചെടുക്കാൻ 2 ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലുള്ള കുറച്ച് വൈറ്റ് ബീഡും പിന്നെ നമ്മൾ സിൽവർ ബീഡുമാണ്. പിന്നെ 8 mm കുറച്ച് ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എൻഡിലുള്ള ബീഡ് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ആദ്യം 4 mm വൈറ്റ് ബീഡ് ഇട്ടിട്ട് ഇടയിൽ നമ്മളൊരു സിൽവർ കളറിൻ്റെ ചെറിയ ബീഡ് കൂടെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 4 mm ബീഡ്സ് ഏണ്ണാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ ബീഡ്സ് 3 എണ്ണം കോർത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സിൽവർ ബീഡ്സ് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റർ ബീഡ്സ് കോർത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് നെയിം വേണ്ടത് അതിനനുസരിച്ചുള്ള ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റത്തെ ബീഡ് കോർത്തെടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സിൽവർ കളർ ബീഡ് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലെറ്റർ എഴുതിയ ബീഡ്സിനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ബീഡ്സായിട്ട് കോർത്തെടുക്കാം. ലെറ്റർ ബീഡിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ചെറിയ സിൽവർ ബീഡ് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലെറ്റേഴ്സ് ബീഡ് ഫുള്ള് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കതിനേക്കൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലെറ്റേഴ്സിൻ്റെ സ്പെല്ലിങ് ഇതുപോലെ കറക്റ്റായിട്ട് കാണട്ടോ. ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാതെ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതുപോലെ നമ്മൾ എല്ലാ ബീഡിനെയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയ 3 ബീഡിനെ ഒന്ന് കോർത്തെടുക്കാം. ഫോർ എമ്മിൻ്റെ ചെറിയ ബീഡ്സുകൾ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ കോർത്ത പോലെ തന്നെ നമ്മൾ ഇടയിൽ സിൽവർ ബീഡ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് കോർത്തെടുക്കുന്നത്. നമ്മളിതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. എൻഡിലുള്ള നമ്മൾ ആ ബീഡ് കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെയിം എഴുതിയിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡ്സ് ആണ് ഇത്. ഇതുപോലെ ബീഡ്സ് കോർത്തിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്ക് പോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ വരുന്നതുവരേക്കും ബൈ.